എവ്രിവൺ, ക്രിസ്മസിന് വൈൻ ഉണ്ടാക്കാൻ നമ്മൾ ഗ്രേപ്സ് മേടിച്ചിട്ടുണ്ട്. 2 ബോക്സ് ഗ്രേപ്സ് ആണ് മേടിച്ചത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്സ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി പ്രൊസീജിയർ നമുക്ക് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ക്രിസ്മസിന് ഇനി 1 മന്ത് ഉണ്ടല്ലോ, അപ്പോഴത്തേക്കും ഇപ്പം ഇട്ടാൽ അപ്പോഴത്തേക്കും ആവും. 21 ഡേയ്സിൽ വൈകുതാവും കേട്ടോ. ഓരോന്നോരോന്ന് അടത്തിയിടണം കൊലയെന്ന്. എന്നിട്ട് ഇനി അത് കഴുകി മഞ്ഞൾ വെള്ളത്തിൽ ഉപ്പിലൊക്കെ ഇട്ട് ആക്കണം. കഴുകി വാരി വൃത്തിയാക്കി എടുക്കണം. നല്ല ഫ്രഷ് ഗ്രേപ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വേസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിലേക്ക് നമ്മൾ ഒരു 30 മിനിറ്റ്സ് മിനിമം ഇത് ഇട്ട് വെക്കുകയാണ്. അങ്ങനെ 30 മിനിറ്റ്സ് വെച്ചു. 30 മിനിറ്റ്സ് കുറച്ച് കൂടുതൽ തന്നെ വെച്ച് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് നല്ലോണം വെള്ളത്തിൽ വാഷ് ചെയ്ത് ഗ്രേപ്സിനെ എടുത്തു. എന്നിട്ട് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ബട്ട് ഡ്രൈ ആവാൻ നല്ല ടൈം എടുത്തു. എന്നാലും നല്ലോണം ഡ്രൈ ആവാത്തതുകൊണ്ട് ഞാൻ ടിഷ്യൂ യൂസ് ചെയ്ത് എല്ലാം വൈപ്പ് ചെയ്തിട്ടാണ് നല്ലോണം ഡ്രൈ ആക്കി എടുത്തത്. കുറച്ച് കോക്കോ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് തിന്നുന്നുണ്ടായിരുന്നു. നല്ലോണം ഡ്രൈ ആവാൻ നല്ല ടൈം എടുത്തു. എന്നാലും എല്ലാക്കി ഇനി നമ്മൾ ബോക്സിലേക്ക് എല്ലാം ഇടാം. ഇനി നമുക്ക് മുന്തിരിയൊക്കെ ജാറിലേക്ക് എടുത്തിടാം. വൈനിൻ്റെ പ്രോഗ്രസ് തുടങ്ങാം കേട്ടോ. കുറേ മുന്തിരി ഇങ്ങനെ സൈഡിൽ കൂടെ കൈയിട്ട് പോയി 1-1.5 കിലോ തീർന്നിട്ടുണ്ടായിരുന്നു. നല്ല ഗ്ലാസിൻ്റെ ജാറിൽ വേണം ഇതിടാൻ, എന്നാലാണ് നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ സ്പൂണൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിലേ നീറ്റായിട്ട് കിട്ടുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസും അങ്ങനെ കുറേ സജഷൻസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇട്ടത്. ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഗ്രേപ്സ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലെയറായിട്ട് ഗ്രേപ്സ് ഇട്ടു. എന്നിട്ട് ഷുഗർ ഇട്ട് നല്ലോണം ക്രഷ് ചെയ്യും. പിന്നെയും ഗ്രേപ്സ് ഇട്ട് ക്രഷ് ചെയ്ത് അങ്ങനെയാണ് ഈ ജാറ് ഫില്ല് ചെയ്യേണ്ടത്. ഞാനൊരു 4 to 4.5 കിലോ, ടോട്ടൽ 6 kgs ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു 1.5 kgൻ്റെ അത്രയും നമ്മൾ കഴിക്കാനും എടുത്ത് കുറേ വാവെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വേസ്റ്റാക്കി അങ്ങനെ പോയി. ബട്ട് ഒരു 4 to 4.5 കിലോസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജാറിൽ ഇടുമ്പോൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊരു ഹാഫായിട്ടാണ് ഇട്ടത്. 2 kg ഗ്രേപ്സിന് 1.5 കിലോ ഷുഗർ, അങ്ങനെയാണ് ക്വാണ്ടിറ്റി. ബട്ട് ഞാനങ്ങനെ അളവിനൊന്നും ഇട്ടിട്ടില്ല. ഞാൻ അതിൻ്റെ സ്വീറ്റ്നെസ് നോക്കിയിട്ടാണ് ഇട്ടത്. ഓവർ സ്വീറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയാണ് ഷുഗർ ഇട്ടത്. സ്വീറ്റ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അധികം ഇഷ്ടമുള്ളവരുണ്ടാവും, കുറവ് ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ എല്ലാവരും അവരവരുടെ ഒരു അളവിന് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ സിനമൺ, കാർഡമം, ക്ലോവ്സ് ഇതൊക്കെ ഞാനൊരു 10 വെച്ചിട്ടാണ് 2 ജാറിലും ഇട്ടത്. അടുത്തത് നമ്മൾ ഈസ്റ്റാണ് ചേർക്കാൻ പോകുന്നത്. ഞാൻ 2 ജാറിലും ഓരോ ടീസ്പൂണ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈസ്റ്റും ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം തിളപ്പിച്ച് ആറിയ വെള്ളം ഇതിലേക്ക് ജസ്റ്റ് മുന്തിരി ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിക്കണം. നമ്മളുടെ ആ ഒരു വൈനിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വേണം വെക്കാൻ. ഓരോ ജാറിലും ഒരു പകുതി അല്ലെങ്കിൽ പകുതിക്ക് കുറച്ച് മേലെ, ഒരിക്കലും ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത്. ഈസ്റ്റൊക്കെ ഇട്ടത് കൊണ്ട് ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കുന്നത് കൊണ്ട് വൈൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ നല്ലോണം തുണി കെട്ടി പ്ലാസ്റ്റിക് കവറിട്ട് എയർ ടൈറ്റായിട്ട് കെട്ടി വെക്കണം. നല്ല നീറ്റായിട്ട് വേണം ഓരോ പ്രൊസീജിയേഴ്സും ചെയ്യാൻ. എന്നാലേ വൈൻ കേടാവാണ്ട് നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ
ഞാനിതൊരു 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ എടുത്ത് ഇളക്കണം 10 ദിവസം വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ 11 ദിവസം മൂടി തന്നെ വെക്കണം. നല്ല ഡാർക്കായിട്ടുള്ള പ്ലേസിൽ വെക്കുക. 21 ദിവസമാണ് വൈനിൻ്റെ സമയം. 21 ദിവസം ആകുമ്പോൾ നിങ്ങൾ വൈന് എല്ലാം നല്ലോണം സ്ക്വീസ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പം കാണാം കേട്ടോ. ഓക്കെ, ബൈ.